റിച്ച് ലുക്ക് പിടിക്കാൻ തീർച്ചല്ലേ ഇങ്ങോട്ടേക്ക് ട്രെൻഡി ആക്കിയത് ധ്യാൻ പറഞ്ഞതല്ലേ മോനെ വേണ്ട. നല്ല ഹോട്ടൽ. ഞാനിവിടെ തുടങ്ങാം. നമ്മുടെ ജീവിതത്തിൽ ഒരു തോൽവിയിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? ആപ് കൈസേ ഹോ എന്ന് ചോദിക്കുന്ന ഒരാളുണ്ടോ ജീവിതത്തിൽ? ഓബിയസ്ലി അങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് നല്ല. അപ്പം അങ്ങനെ ഹിന്ദി സുഹൃത്തുക്കൾ തന്നെ ഉണ്ട്. ഞാൻ NIT നാഗ്പൂരിലാണ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്. 4 കൊല്ലം മഹാരാഷ്ട്രയിലായതുകൊണ്ട് ഹിന്ദി മറാഠി കൂട്ടുകാരെ കൂടുതലും. മലയാളത്തിൽ അപ്പം ഉണ്ട്, സുഹൃത്തുക്കളുണ്ട് നല്ല. മറാഠിയിൽ മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞത്. മറാഠി എനിക്ക് അറിയത്തില്ല. എന്താ പറയണ ഹിന്ദിയിൽ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും. ഏകദേശം പറയൂ, ജീവിതത്തിൽ അങ്ങനെ ഒരു തോൽവി പെട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം ട്രൈ ചെയ്തു, അത് പക്ഷെ വർക്കായില്ല, അപ്പോൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എന്താ തോന്നുന്നതെന്ന് ചോദിക്കുന്ന അങ്ങനെ ജെന്യൂൻ ആയിട്ട് ഒരാളുണ്ടോ? എല്ലാരും അത് തന്നെ ചോദിക്കാറുള്ളൂ. ചോദിക്കാൻ വേണ്ടിട്ടാ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ ഓക്കെ ആണെന്ന് ചോദിക്കാൻ എനിക്ക് മാറ്റി ചോദിക്കുന്ന കേൾക്കാൻ പറയും. തെറ്റായൊരു തീരുമാനം എടുത്തിട്ട് അത് പാളിപ്പോയെന്ന് മനസ്സിലാക്കുമ്പോ കൂടെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് നീ ഓക്കെ ആണോ അപ് കൈസേ ഹോ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു തോൽവി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഞാൻ സമ്മതിക്കില്ല. തോൽവിയല്ല, പക്ഷെ എല്ലാ തീരുമാനവും തെറ്റായിരുന്നു. ആദ്യത്തെ 10 തവണ കൂട്ടാൻ ചോദിച്ചു നീ എന്തെങ്കിലും കാണിച്ചു. എനിക്കതൊരു ജീവിതത്തിൽ തോൽവി അത് സ്ഥിരമാകുമ്പോൾ അതൊരു നോർമലൈസ് കാര്യം, അതൊരു പുതിയ കാര്യമാകുമ്പോഴല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞ നേരത്തെ ചോദിച്ചാൽ 2 വ്യത്യാസമുണ്ട്. തോൽവി ജീവിതത്തിൽ തോറ്റുപോകുക എന്ന് പറയുന്നത് പറയും, പ്രൊഫഷണലി സിനിമ തോറ്റുപോകും. സിനിമ ഒരു ഗാമ്പിളാണ്. സിനിമക്ക് സക്സസ് ഉണ്ടാവും, ഫെയിലിയർ ഉണ്ടാവും. അത് ഒരു എന്താ പറയണ്ടേ, ആ സംഭവിക്കുന്ന സിനിമ നമ്മളെ കൂട്ടാൻ ഞാൻ മാത്രം എടുത്തൊരു തീരുമാനത്തിന്റെ പുറത്ത് തോറ്റു പോകുന്നല്ലോ. അതിന്റെ സംവിധായകൻ, അതിന് എഴുതിയ ആൾക്കാർ, അത് ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ, എല്ലാം എന്റെ സോൾ റെസ്പോൺസിബിലിറ്റിയോ എന്റെ തോൽവി മാത്രമല്ലല്ലോ. അത് എല്ലാം ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ജീവിതത്തിൽ തോറ്റുപോയോ? ഒരിക്കലുമില്ല. ഞാൻ ഇൻഡസ്ട്രിയായി മാറി. സിനിമ ഇല്ലാത്ത സമയത്ത് എന്നെ വിളിച്ച് സിനിമ ചോദിക്കുന്ന ചില ആൾക്കാർ എന്നെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഇതേ ഐഡിയോളജി ഫോളോ ചെയ്ത് ഞാൻ ഇനി നിന്റെ വഴിക്ക് പോകണം എന്റെ തോൽവികളെ കുറിച്ച്. കാരണം ഞാൻ തോറ്റിട്ടില്ല. എല്ലാ പൈസയിലും ഞാൻ പടത്തിൽ ഞാൻ ശമ്പളം കൃത്യമായി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ മിക്ക പ്രൊഡ്യൂസർമാർ എന്നോട് ചോദിച്ചു നോക്ക്, അവർ എന്റെ കൂടെ അവർ തോറ്റുപോയ ആൾക്കാർ എന്നോട് വീണ്ടും സിനിമ ചെയ്യാൻ റെഡിയാണ്. തോൽവിയെ ഹരമാക്കി ഓരോ പടവും നിർത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നീ കണ്ട എന്റെ തോൽവി ചർച്ച ചെയ്യാനാണോ നമ്മൾ? പാരലൽ ഇൻഡസ്ട്രി പൊളിഞ്ഞിരിക്കുകയാണ്. അത് സത്യാവസ്ഥയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞാൻ അതിന് പേരിട്ടിരുന്നു DS ഫുഡ് എന്ന് പറഞ്ഞിട്ട്. ബോളിവുഡ് പോലെ DS ഫുഡ്. അത് ചെതലരിച്ചു. അതിലൊരു അംഗമാണ് എന്റെ ഐഡിയോളജി ഫോളോ ചെയ്യുന്നതാണ് ഇവിടെ എന്ന് പറയുന്നത്. പക്ഷെ ഇനിയുള്ള ഞാൻ പറഞ്ഞിരുന്നു, ഇനിയുള്ള കാലം എല്ലാ കാലവും ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനിയുള്ള കാലം കയോസിലവിടെ നമ്മൾ ക്രൈസിസിൽ നിൽക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റെടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യും. സീരിയസ്ലി ചൂസ് ആവില്ല. പക്ഷെ ചൂസ് ആവുന്നതിന് മുന്നേ ഒരു 3-4 കൊല്ലത്തേക്ക് അതെല്ലാം ചൂസ് ചെയ്യുന്ന ഗ്യാപ്പ് ഒരു 4 വർഷത്തേക്ക്. കാരണം ഇതൊക്കെ ചെയ്ത് വെച്ചുപോയി. അതൊക്കെ ഇനി ചൂസ് ആകുമ്പോഴായിരിക്കും അപ്പോഴുള്ള പടങ്ങളായിട്ട് കൂട്ടിക്കൊഴിഞ്ഞു പോകും. ചിന്തിക്കരുത്. അപ്പോ ചൂസ് ആയി വരുമ്പോഴേക്കും ഒരു 3 വർഷം എടുക്കും. അതായത് നല്ല മാങ്ങകളുടെ ഇടയിൽ ഒരു കേടായ മാങ്ങ ഇരുന്നാലെല്ലാം കേടാവെന്ന് പറയുന്ന. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം പറഞ്ഞ, ഒരാൾ തോറ്റു പോകുന്ന സമയത്ത് ഇപ്പൊ ഇവരൊന്നും എന്റെ അളിയനും മാമന്മാരും ഒന്നുമല്ല എനിക്ക് സിനിമ കൊണ്ട് തരാൻ, അല്ലേ? ഇത്രയും പടങ്ങൾ പൊട്ടുന്നു, തോറ്റു പോകുന്നു. ഞാൻ പല സ്ഥലത്തും ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് വീണ്ടും പടം. ഒരു പടം ഇവിടെ ഒരാളുടെ ഒരു ആക്ടറിന്റെ ഒരു ഡയറക്ടറിനെ പൊട്ടിക്കഴിഞ്ഞാൽ അയാൾ ഫീൽഡ് ഔട്ടായി എന്ന് പറയുന്ന കാലത്താ വീണ്ടും പടങ്ങൾ. എത്ര പടങ്ങളാ? 13 പടം കഴിഞ്ഞ വർഷം എന്ന് പറയുന്നു. അതിന് മുന്നത്തെ വർഷം 12 പടം എന്ന് പറയുന്നു.
അത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അത്രയും പടമില്ല? എന്തുകൊണ്ട് എനിക്ക് ഇത്രയും പടം? അതെന്റെ ഉത്തരം നീ പറ. അത് പറഞ്ഞിട്ട് കാരണം ഒരാൾ തോറ്റുപോയി, 2 പടം തോറ്റു, പൊട്ടി, ഇതെല്ലാം പൊട്ടി, പലതും പൊട്ടി വർഷങ്ങൾക്ക് ശേഷം ഓടി. ഉടൽ എനിക്ക് അത്യാവശ്യം അപ്പൊ നമ്മളെ റേഷ്യോ നോക്കുമ്പോൾ നമ്മുടെ പടങ്ങൾ ഓടുമ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെടാത്തോണ്ട് ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ ഓടുന്ന നമ്മൾ ചെയ്യുന്ന പടങ്ങളുടെ എണ്ണം കൂടുതലാകുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ എണ്ണം കൂടുതലാകുമ്പോൾ ഈ റേഷ്യോ കുറയും. അപ്പൊ ഞാനും വളരെ ചൂസ് ചെയ്തിട്ട് ഞാൻ നോക്കി കഥ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ പറ്റും. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനോടൊരു അഭിനിവേശമോ എനിക്ക് കാരണം എനിക്ക് സിനിമയിൽ തന്നെ വേറെയും തൊഴിലുകൾ അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾട്ടർനേറ്റ് കരിയർ ഓപ്ഷൻ അതൊന്നും അറിയാത്ത ചില ആൾക്കാർക്ക് ഇവിടെ തന്നെ ഇരുന്ന് എന്റെ ഐഡിയോളജിനെ ഫോളോ ചെയ്യുന്ന എന്റെ ഡിസൈപ്പിൾ എന്നെ ഇവിടെ വന്ന് കുറ്റം പറഞ്ഞു. അതിന് ഞാൻ ശക്തമായ പ്രതിഷേധം അറിയിക്കും. ഈ ഒരു യാത്രയിൽ വളർന്നു വരുന്ന ചില അവതാരകരെ കൂടി ആക്ടേഴ്സ് ആക്കാന്നുള്ള ഒരു ചിന്ത അതെങ്ങനെ വന്നു? നല്ലൊരു അടുത്ത പടത്തിൽ നീ വരണമായിരിക്കും. നല്ലൊരു സാധനമാണ്. അവരെ കൂടി കൂട്ടാം. അവരെ കൂടി അതൊരിക്കും ഇവന്റെ അടുത്ത് അളിയാ അല്ല പറയാ ഇങ്ങനെ കൂടുതൽ കൂട്ടുകാരെ കൂടി ചാൻസ് കൊടുക്കാൻ ഒരു സിനിമ. ഈ കഥ ശരിക്കും എൻ്റെ സുഹൃത്തിന്റെ ജീവിതത്തിൽ നടന്നൊരു ഇൻസിഡന്റാ. അപ്പൊ അതിൽ ഉണ്ടായിട്ടുള്ള ഈ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെന്ന് ഉണ്ടായിട്ടുള്ള ആ കൂട്ടുകാർ, അതിൽ ഒരാൾക്ക് മിക്കവർക്കും ഒരു പൊതു സ്വഭാവം ഉണ്ടാവുമല്ലോ. അതിലൊരാൾക്ക് ജീവയുടെ ശൈലിയും, ജീവൻ ആ സമയത്ത് ഞാൻ വ്ളോഗുകളും ആങ്കർ ചെയ്യുന്ന ഷോകളൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന സമയത്ത് ആ ക്യാരക്ടറുമായിട്ട് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ജീവ. ഓക്കെ, ഒരു എനർജി, ജീവയുടെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ജീവനോട് പറഞ്ഞാൽ നീ എന്താണോ അങ്ങനെ തന്നെ വന്നാൽ മതി. കാരണം ഒരു ബാച്ചിലേഴ്സ് പാർട്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിടയിൽ നടക്കുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ക്യാവസ് ഉണ്ടാവുന്നു, അത് ചൊല്ലി ഇപ്പം ഹാങ് ഓവറൊക്കെ പോലെ നമ്മൾ അത്രയും വലിപ്പമില്ല. കാരണം ബിക്കോസ് ഒരു ഒരു 1 നൈറ്റ് സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു രാത്രിയുടെ കഥയാണ്. എന്ന് വെച്ചാൽ ആ പാർട്ടി നടക്കുന്നു, അതിലൊരു പ്രശ്നം ഉണ്ടാവുന്നു, ആ പ്രശ്നത്തിൻ്റെ പേരിൽ സെക്കൻഡ് ഹാഫ് ഓഫ് ദ പടം പോലീസ് സ്റ്റേഷനിലാവുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ ഒരു കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നു എന്ന് പറഞ്ഞാൽ പറയുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ട്. എന്ത് സംഭവം എന്നുള്ളതും അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് നമ്മളിത് സിനിമയാക്കിയത്. അപ്പം ഞാനിത് അച്ഛനോട് പറഞ്ഞപ്പോഴും ഇതെല്ലാം ഈ കഥ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ ഇത് സിനിമയാക്കണോ, ചില കഥകൾ, ചില ഇൻസിഡൻസ് പോലും നമ്മൾ എന്തിനും സിനിമയാക്കണം. പ്രത്യേകിച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയോ എന്തെങ്കിലും രീതിയിൽ ഇത് ചെയ്യാതെ നമ്മൾ അതെന്ത് കാറ്റർ ചെയ്യുന്ന ഓഡിയൻസ് എന്താണ്, നമ്മൾ എത്രത്തരം സിനിമയാണ്, പ്രത്യേകിച്ച് നമ്മൾ അഭിനയിക്കുന്ന സിനിമ പോലെയല്ലല്ലോ നമ്മൾ എഴുതുന്ന സിനിമ. അഭിനയിക്കുന്ന സിനിമയാകുമ്പോൾ ഞാനത് ജോലിയായിട്ടേ കാണുന്നുള്ളൂ. എൻ്റെ വരുന്ന സിനിമകളിൽ എൻ്റെ സുഹൃത്തുക്കളുടെ സൗഹൃദത്തിൻ്റെ പുറത്ത് ഞാൻ അഭിനയിക്കുന്ന സിനിമകളുണ്ട്. എനിക്ക് എന്ന് അറിഞ്ഞിട്ടും ഞാൻ അഭിനയിച്ച സിനിമകളുണ്ട്. അതൊക്കെ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ എഴുതുന്ന സിനിമയാകുമ്പോൾ അതിന് നമുക്കൊരു ആഡഡ് ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെയുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന കഥകളിൽ കുഞ്ഞു കഥയായത് ഇപ്പോൾ ആലോചിച്ചിരുന്ന അല്ലെങ്കിൽ ഇനി ചെയ്യാൻ വെച്ചിരുന്ന സിനിമകളൊക്കെ വലിയ ഇതിനിടയിൽ കുഞ്ഞു കഥയായിട്ട് ആലോചിച്ചതും ഒരു ചെറിയ ഇതിൽ സ്കെയിലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആക്ടേഴ്സ്, നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാർ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് ചേട്ടനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ദിവ്യനാണ് ഈ പ്രൊജക്റ്റ് തുടക്കത്തിൽ ഇനീഷ്യേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ദിവ്യനോട് പറഞ്ഞ അളിയനൊരു പരിപാടി ചെയ്യണം, നവാസ് നമ്മുടെ സുഹൃത്താണ്. അതൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഈ കഥ പിച്ച് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ അച്ഛനോട് ഇനീഷ്യലി ഒരു ഡിസ്കഷൻ എന്നുള്ളത് ഈ സംഭവം ഇൻട്രസ്റ്റിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രം പോയതാണ്. കാരണം 1 നൈറ്റ് സ്റ്റോറി ആകുമ്പോൾ നമുക്കിത് എത്രത്തോളം വർക്കാവുമെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വലിയ സ്കെയിലിൽ സിനിമ ഉണ്ടാകുന്ന സമയത്ത് ഈ കഥയ്ക്ക് എന്താണ് പ്രസക്തി, ഈ കഥ ഏത് രീതിയിലാണ് കാറ്റർ ചെയ്യുന്ന ഓഡിയൻസ്, എന്ത് രീതിയിലാണ് ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ ജനമൻ പോലത്തെ സിനിമകളും അല്ലെങ്കിൽ ഒരു രാത്രിക്കുള്ളിൽ ഒതുങ്ങുന്ന സിനിമകളൊക്കെ ഓടിയത് ചരിത്രം വളരെ കുറവാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ. അത്തരത്തിൽ സിനിമകൾ വരുന്നത് തന്നെ കുറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഈ ഇൻസിഡൻറ്റിന് മാത്രമേ പ്രസക്തിയുള്ളൂ. കാരണം ഒരു 1 hour 40-45 minutes ഡ്യൂറേഷനിൽ നിൽക്കുന്ന ഒരു രാത്രി നമ്മൾ പറഞ്ഞു പോകുമ്പോഴും നമുക്കതിനൊരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് പറഞ്ഞ് തീർക്കണം. കാരണം വലിച്ചു നീട്ടിയാലും. അപ്പോൾ ആ ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞത് ഒരു സിനിമയാവുന്നൊരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ അച്ഛനടുത്ത് ഇത് പിച്ച് ചെയ്തപ്പോഴാണ് പുള്ളിക്കത് വർക്കായെന്ന് വെച്ചാൽ ആ ഇൻസിഡൻറ്റും ആ സംഭവം വർക്കായപ്പോഴേക്കും പുള്ളി ഞാൻ ചോദിച്ചു, അതിനൊടുവിലാണ് ഞാൻ ചോദിച്ചത് ഇത് അച്ഛൻ അഭിനയിക്കുമോ എന്ന് ചോദിക്കുന്നതും പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇതിന് നമുക്കൊരു കോൺഫിഡൻസ് വന്നു. ഓക്കെ, ഇതിലെ ആ എലമെൻറ്റ് മാത്രം അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്.